MJ അങ്കിൾ എന്റെ നീലക്കുട്ടി എന്തോ എന്ത് പറയുന്നു? സുഖ ജീവിതം തന്നെ. നീലക്കുറിഞ്ഞി, നീല പൊന്മാൻ, ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആവാ. ഹാപ്പി അല്ലേ നിങ്ങൾ മൂന്നുപേരും? വെരി ഹാപ്പി. എനിക്ക് നല്ല സന്തോഷം. എന്തോ എവിടെയോ ഒരു അയ്യോ ഞാനും മകളും ഇന്ന് നീലയാ. സെയിം ബെഞ്ച്. അതെ അതെ അതെ. ഏതോ മീനൂട്ടിയുടെ എന്തോ ഒരു ഇതിന്റെ അടിയിൽ കമന്റ് കണ്ടു, അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് മീനൂട്ടിയെ പോലെയുള്ള ഒരു മകൾ ഉണ്ടാവണം എന്നൊരു ആരോ ഒരു കമന്റ്. ഞാൻ പേര് നോക്കാൻ മറന്നുപോയി. നന്നായി, ഇനി പേരും കൂടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് മീനൂട്ടിയെ പോലെ ഒരു മകൾ ഉണ്ടാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ കണ്ടില്ല, ചുമ്മാ പറയുന്നേ. അത് ശരിക്കും സംശയമുണ്ട്, വെറുതെ പറഞ്ഞാണോന്ന്. അതെ ശരിക്കും ഞാൻ കണ്ട കമന്റ്. എനിക്ക് കണ്ടുപിടിച്ചു തരണം കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ നോക്കിയിട്ട് അയച്ചുതരാം. എന്റെ മകളെ വേറെ ആള് എടുക്കാനാ. അതൊരു അമ്മയാ. അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും പറ്റില്ല. അത് അമ്മയാണെങ്കിൽ എങ്ങനെ അച്ഛനാവും? എന്റെ മീനൂട്ടനെ ഞാൻ ആർക്കും കൊടുക്കൂല. ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എന്നാ നമുക്ക് ഇപ്പൊ ഒരു പാട്ട് കേട്ട് നമുക്ക് സോൾവ് ചെയ്താലോ? ഇനി നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒരു മെയിൻ കിലുക്കാൻ പെട്ടിയാണ് വരുന്നത്. ഇവിടെ കുറെ കിലുക്കാൻ പെട്ടികളുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ. എപ്പോഴും ഡാൻസ് കളിക്കും, പാട്ട് പാടും, ഒരു ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ഒരു ലിറ്റിൽ ഏഞ്ചൽ ആണ് വരാൻ. ഡാൻസും പാട്ടും ഒരുപോലെ ചെയ്യുന്ന ലിറ്റിൽ ഏഞ്ചൽ ആണെങ്കിൽ അതെന്തായാലും നമ്മുടെ ധനശ്രീ കുട്ടിയായിരിക്കും. ആണ്, നമ്മുടെ ധനുക്കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ധനശ്രീ കുട്ടി ഓൺ സ്റ്റേജ്. സുന്ദരിയായിട്ടുണ്ടല്ലോ. താങ്ക് യു. അതെ, ഈ ധാവണി കൊടുത്ത ഏ പാട്ടാ? കളിത്തോഴിമാരനെ കളിയാക്കി. എന്തിനാ കളിയാക്കിയ? ആഹാ, പാട്ടിലുള്ളതാ. ധനുകുട്ടി ആരും കളിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതല്ല, അത് പാട്ടിലുള്ളതാ. പാട്ടിലുള്ളതാണോ? എഴുതിയാരാണ് പാട്ട്? പാട്ട് എഴുതിയാരാ? പി ഭാസ്കരൻ മാസ്റ്റർ. മ്യൂസിക് ആരാ? മ്യൂസിക് BA ചിദംബരം നാഥ് സാർ. ഏത് സിനിമ? സിനിമയുടെ പേര് മുറപ്പെണ്ണ്. അത് ഏത് വർഷമായിരുന്നു? വർഷം 1965. അത് പാടിയതാരാ? ജാനകി അമ്മ. ദാസങ്ങളില്ലേ? ആ ഡയലോഗ് ദാസങ്ങളാ പറഞ്ഞത്. അതിലുള്ള ഡയലോഗ്. ഇത് കഴിഞ്ഞിട്ട് ഡാൻസ് വല്ലതും ഉണ്ടോ? ഉണ്ടോ? അപ്പൊ പാട്ടിനും ഡാൻസിനും വേണ്ടി കാത്തിരിക്കാണേ. വെയിറ്റിംഗ്. അപ്പൊ സൂപ്പർ ആണേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മലർവള്ളിക്കാട്ടിലെ മാൻകിടാവേ, നിനക്ക് മണവാളനെത്താൻ തിടുക്കമായോ? പനിനീര് പെയ്യുന്ന പന്തലൊന്നിൽ നിനക്ക് വലതുകാൽ കുത്താൻ തിടുക്കമായോ? കളിത്തോഴിമാരെന്നെ കളിയാക്കി, എന്റെ കളിത്തോഴിമാരെന്നെ കളിയാക്കി. ഇടത്തു കണ്ണിടക്കിട ഇന്നലെ തുടി
സൂപ്പർ സൂപ്പർ. നാണമാണോ? അതെ, നാണമാണോ? എന്തിനായിരിക്കും അവർ ഇത്രയും കളിയാക്കിയത് കുഞ്ഞിനെ? കളഹംസ്. ആ പാട്ടിലുള്ളതാ MJ അങ്കിള്. അതിന് ഭയങ്കര ചിരിയാണ് കേട്ടോ. അതെ. പ്രത്യേകിച്ചും ചമ്മൽ വരുമ്പോഴില്ലേ ഇങ്ങനെയാണ്. നാണോ നോക്ക്. പെട്ടെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് അതങ്ങ് കാറും കോളും മാറിയിട്ട് ഇങ്ങനെ പെട്ടെന്ന്. അതെ. അതെന്താ അത്? പിന്നെ ഞാൻ ഡയലോഗ് പറഞ്ഞ സമയത്തും കുറച്ച് നാണോ. ആ നാണമായിരുന്നു. മണിക്കൂർ അതെങ്ങനെയാ നാണിച്ചെങ്ങനെയാ അങ്ങനെ എന്റെ ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ നോക്കും മതിയോന്ന് അറിയാൻ. അത് നമ്മുടെ മധുവാണെങ്കിൽ പ്രണയാർദ്ര ഭൂഷണ കുശലനായിട്ട് പാടി. അതെ അവസാനം പറഞ്ഞ കറക്റ്റാ. കുചേലൻ പ്രേമത്തൻ കുശലൻ. സൂപ്പറായിരുന്നു. തരൂ. ഇതെങ്ങനെ ഇത് ഈ കോസ്റ്റ്യൂം? ഹാഫ് സാരി. ആണോ? ഇത് ആരുടെ? അമ്മയുടെ ആണോ? അമ്മയുടെ സാരി എടുത്ത് കൊടുത്തിരിക്കുകയാണല്ലേ. പിന്നെ പിന്നെ ബ്ലൗസാണ് അമ്മയുടെ ഒരു ചുരിദാറിന്റെ കഷ്ണം. ചുരിദാറിന്റെ അടിയിലത്തെ ഒരു ഇത്തിരി കഷ്ണമാണ് ആ blouse. പിന്നെ നമ്മള് കടയിൽ പോയി വാങ്ങിച്ചതായി. മേടിച്ചു. അത് നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല സുന്ദരിയായിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോ സ്ഥിരമാക്കിക്കോ അത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ കഷ്ണം മുറിച്ചെടുത്താലോ ചുരിദാറിന്റെ? അപ്പൊ അമ്മക്ക് ഏതാ ഇടാൻ പറ്റുക? അമ്മ സാരി എടുക്കില്ലേ? അമ്മ വീട്ടില് സാരി ഇട്ടാല് പുറത്തൊക്കെ പോകുമ്പോ ചീത്തായ സാരിയല്ലേ ഇട്ടോണ്ട് പോകുള്ളൂ. അയ്യോ അത് ശരിയാട്ടോ. ശരിയാണല്ലോ. അത് ശരിയാട്ടോ. മൊത്തം ആക്ഷൻ സോങ് ആയിരുന്നു കേട്ടോ. അതെ. എന്തൊക്കെ ആക്ഷൻസ്. കല്യാണത്തിന് അതെങ്ങനെ പാടിയ മുമ്പിൽ അവരെന്നെ ചൂണ്ടിക്കാട്ടി കളിയാക്കി. അവരെന്നെ ചൂണ്ടിക്കാട്ടി കളിയാക്കി. പിന്നെ കളപത്തിൻ കിണ്ണമെന്റെ കൈ തട്ടി പോയി. കിലുക്കിലെ അവർ മണിച്ചിരി മുഴക്കി. അവർ ചിരി മുഴക്കി. കളിയാക്കി എന്നെ കളിയാക്കി. എന്നെ കളിത്തോഴിമാരെന്നെ കളിയാക്കി. ഇതൊന്ന് കുറച്ച് ഇതൊന്ന് പാടി തീർന്നതും കളിയാക്കി കളിയാക്കി. ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോ MJ അങ്കിൾ വല്ലാണ്ട് ഇൻസ്പയർഡ് ആയി. പിന്നെ അടുത്ത ലൈൻ തൊട്ട് MJ അങ്കിൾ ഭയങ്കര ആക്ഷൻ. ഇങ്ങനെ എന്താ പറ്റിയെന്ന്. അയ്യോ അതിന്റെ കൂട്ടുകൂടിയാ വല്ലാണ്ട്. അതിന്റെ ഇടയില് കളഹംസം എന്ന് പറഞ്ഞത് കേട്ടോ? അതെ. അതെങ്ങനെയായിരുന്നു? അതെങ്ങനെയായിരുന്നു? അത് മാനസ സരസിലും. മാനസ സരസിങ്ങൾ മാനസ സരസിംഗൽ. മാനസ സരസിങ്ങൾ പ്രേമത്തിൻ കളഹംസം താമസമാക്കിയെന്നും പറഞ്ഞുണ്ടാക്കി. അവർ പറഞ്ഞുണ്ടാക്കി. മാനസ സരസിങ്ങൾ പ്രേമത്തിൻ കളഹംസം താമസമാക്കിയെന്നും പറഞ്ഞുണ്ടാക്കി. അവർ പറഞ്ഞുണ്ടാക്കി. ഓക്കെ. ആ ഹൗസ് ആ ഒരു മിക്സ്ഡ് ആയിട്ടാണ് അപ്പൊ വന്നത്. അതെ. സരസിംഗം. കളഹംസം. അതെ. അങ്ങനെയായിപ്പോയി. ധനശ്രീ കുട്ടി ഇതെങ്ങനെ പഠിച്ചു? ഇത് ആരാ ഈ പാട്ടെടുത്ത് തന്നത് പഠിക്കാൻ? അമ്മയാണോ? അച്ഛനും ചേട്ടനും വരണേന് മുമ്പേ അമ്മ എനിക്ക് പാട്ട് എടുത്ത് കേക്കാൻ പറയും. അപ്പൊ ഞാൻ ലോക്കെടുത്ത് കേക്കും. ഓക്കെ, അങ്ങനെ പഠിച്ചാണോ? അങ്ങനെ കേട്ടതാണ്. അമ്മയെല്ലാം പഠിപ്പിച്ചു തന്നെ. സ്വന്തം കേട്ടതാണ് അല്ലേ? സ്വന്തം കേട്ട് പഠിച്ചതല്ലേ? കണ്ടോ എന്ത് മിടുക്കിയാ നോക്കണേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. മിടുക്കിയാണേ, നന്നായി പാടുന്നുണ്ട്. താങ്ക് യു. ഇടത്തു കണ്ണിടക്കിടെ ഇന്നലെ തുടിച്ചപ്പോൾ കളിയാക്കി എന്നെ കളിയാക്കി. എന്റെ കളിത്തോഴിമാരെന്നെ കളിയാക്കി. ഞാൻ ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കോ? ഇപ്പൊ ഡാൻസ് കളിക്കും. പക്ഷെ ഇപ്പൊ പാടിയ പാട്ടുണ്ടല്ലോ, അത് മധുവങ്കലിന് വളരെ ഇഷ്ടപ്പെട്ടു. ഉഗ്രൻ. കാലക്കി. ഉഗ്രൻ. അതെ, നല്ല രസമുണ്ടായിരുന്നു ആക്ഷൻസ് കാണാനും. താങ്ക്
താങ്ക് യു. ആ ഒരു ഡാൻസർ ആണ് പാടുന്നതെന്ന് ആ, മനസ്സിലാവുന്നുണ്ട് അതെ 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 എന്തായാലും. ശരിക്കും ഒരു ഡാൻസറായ പാട്ടുകാരിയാന്ന് മനസ്സിലായി. അതെ അതെ Expressions. പാട്ടുകാരിയായ ഡാൻസറും ആണെന്ന് മനസ്സിലായി. അതെ എക്സ്പ്രഷൻസും ആക്ഷൻസും അതെ എല്ലാം ഭയങ്കര അതെ രസമുണ്ടായിരുന്നു. പിന്നെ താങ്ക് യു. പിന്നെ ഇപ്പൊ പാടിപ്പിച്ച ഇതൊക്കെ മാനസ സരസിംഗൽ പ്രേമത്തിന് കളഹംസം താമസമാക്കി അതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. ആ മനസസരസിങ്ങൾ പ്രേമത്തിൻ കളഹംസം താമസമാക്കിയെന്നും പറഞ്ഞുണ്ടാക്കി. ഓക്കെ ഓക്കേ. അതെ ഇപ്പൊ ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, ആ. അസലായിട്ട് വന്നാ അങ്കിൾ ഒരു പ്രസന്റ് തരും. എന്താ? അതിപ്പോ പറയില്ല, സർപ്രൈസ് ആണ്. ആ. ഓക്കെ ആ, നമുക്ക് നോക്കട്ടെ ഡാൻസ് നോക്കട്ടെ കൊള്ളാമോ നോക്കട്ടെ. ಮಳಕಾತ ಸಂದನ ಮೇರ ವಗುವಾಗ ಪುತುರುಕ ಪು ಪರಿಕ ಪೋಗಿಲ ಮೋವಿ ಮೇನಾತೆ ಪಕ್ಕಿಲಮ್ಮ ಮಳಕಾತ ಸಂದನ ಮೇರ ವಗುವಾಗ ಪುತುರುಕ ಪು ಪರಿಕ ಪೋಗಿಲ ಮೋವಿ ಮೇನಾತೆ ಪಕ್ಕಿಲಮ್ಮ ಲಾಲಾಲೆ ಲಾಲೆ 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 ಕಾತ ಸಂದನ ಮೇರ ವಗುವಾಗ ಪುತುರುಕ ಪು ಪರಿಕ ಪೋಗಿಲ ಮೋವಿ ಮೇನಾತೆ ಪಕ್ಕಿಲಮ್ಮ ಲೇ 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 സൂപ്പർ സൂപ്പർ. കുഞ്ഞിപ്പാവല്ലേ. അതെ അപ്പൊ ഗിഫ്റ്റ് വേണ്ടേ? ആ. കൊണ്ടുവരട്ടെ? ആ. ഇപ്പൊ കൊണ്ടുവരും. കണ്ണടച്ചു കണ്ണടച്ചോ? കണ്ണ് പൊത്തിക്കോ. ആ ചിരി കണ്ടോ? റിമോട്ട് ഉണ്ട്, നമുക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ. ആ താഴെ വെച്ചോളൂ. ഉടുപ്പിന്റെ സെയിം കളറാട്ടോ. അതെ അതെ ഓ ലൈറ്റ് ഒക്കെ ലൈറ്റ് കത്തും. ഹെഡ്ലൈറ്റ് ഒക്കെ ഉണ്ട്. റിവേഴ്സ് യെസ് ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യത്. ഗിയർ ഉണ്ട്. ഓ കണ്ടോ ഡ്രിഫ്റ്റ് ചെയ്യും. അല്ല, ചേട്ടന്റെ കണ്ണിങ്ങനെ തുറന്ന് വന്നിട്ടുണ്ട്. ഒന്ന് വീട്ടിലെത്തുമായിരുന്നെങ്കിൽ. ഇങ്ങനെ. അതെ അങ്ങനെ. ഇത് കളിക്കാൻ പോണത് അനുചേട്ടനായിരിക്കും. ഇഷ്ടപ്പെട്ടോ? ആ. ആ ചേട്ടന് കൊടുക്കും. ചേട്ടന് ചേട്ടൻ കൊടുക്കും. ആ ചേട്ടന് ഞാനും കൂടെ ഒരു പ്രാവശ്യം ഓടിക്കും, പിന്നെ ചേട്ടൻ ഫുൾ ടൈം ഓട്ടിക്കും. ഇത് ചേട്ടനും കിട്ടില്ല, ചേട്ടനും കിട്ടില്ല, ധനുക്കുട്ടിക്കും കിട്ടില്ല. അത് അച്ഛനായിരിക്കും ഓടിക്കുന്നത്. അച്ഛനാണ് ഓടിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛന് കാറോട്ടി ഇങ്ങനെ റിമോട്ട് കൺട്രോൾ കാർ ഓട്ടിക്കാൻ അറിയാമെങ്കിലല്ലേ അച്ഛന് ഓട്ടിക്കാൻ അച്ഛനൊന്നും അപ്പോഴല്ലേ അറിഞ്ഞൂടാ. കിട്ടുള്ളൂ. ഒന്നും അറിഞ്ഞൂടാ. ഓ, അത് ശരി. ഒറിജിനൽ കാർ മാത്രമേ ഓട്ടിക്കാൻ അറിയാവൂ. അതറിയല്ലേ, അച്ഛനും അറിയല്ലേ. അമ്മ ഓടിക്കോ കാറ്? അമ്മ ബാക്ക് സീറ്റിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് ആസ്വദിക്കും. ഉറങ്ങും. 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 ഓ ഓ സ്കൂളിൽ പോകുമ്പോ അങ്ങനെയല്ല, ആ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഉണർന്നിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോ ധനുക്കുട്ടിക്ക് ഈ റിമോട്ടും കൂടെ ഇരിക്കട്ടെ. എവിടെ പോവും? മുട്ടായി മഴയൊന്നും വേണ്ടേ? ആ. കാറൊക്കെ കിട്ടിയപ്പോ അതെ, അതെ, നല്ല അതെ. സുഖം. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ധനുക്കുട്ടി. ഓക്കെ. താങ്ക് യു. താങ്ക് യു. ഓക്കെ. പോരട്ടെ അങ്ങനെ ഒരു മധുരമഴ. കളിത്തോഴിമാരെന്നെ കളിയാക്കി, എന്നെ കളിത്തോഴിമാരെന്നെ കളിയാക്കി, ഇടത്തു കണ്ണിടക്കിടെ ഇന്നലെ ചാച്ച കൊടുത്തേക്ക്. ബൈ ബൈ. ടാറ്റാ. ബൈ ബൈ. രണ്ട് സമ്മാനാണ്. കൊറേ മുട്ടായും MJ അങ്കിൾ തന്ന സ്പെഷ്യൽ കാറും. എന്നെ കളിയാക്കി. MJ അങ്കിൾ യെസ്, ഒരു സലിൽ ദാസ് സോങ് കേട്ടാലോ? ആ ഒരു മൂഡ് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് എപ്പോഴും തോന്നും അല്ലേ? എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്സ് ആണ്. അപ്പോൾ സലിൽ ദ റൗണ്ടിൽ പാടാനായിട്ട് നമ്മുടെ അനുഷ്ക കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ടോപ്പ് സിംഗറുടെ സ്വന്തം അനുഷ്ക ഓൺ സ്റ്റേജ്. ആഹാ നമ്മുടെ ഗോൾഡൻ സ്റ്റാർ Yes. തിളങ്ങി നിൽക്കുക. തിളങ്ങി വരിക. ഹായ് അനുഷ്ക. ഹായ് അനുഷ്ക. നല്ല രസമുണ്ട് ഈ ഉടുപ്പ് കാണാൻ. ബ്യൂട്ടിഫുൾ അമ്മയായിരിക്കും അല്ലേ? ഉറപ്പല്ലേ? നമ്മുടെ ഗോൾഡൻ സ്റ്റാർ ഈ സീസണിന്റെ സ്റ്റാർ ആവണം, അതാണ് നമ്മുടെ ആഗ്രഹം കേട്ടോ. അതിനനുസരിച്ചുള്ള ഹാർഡ് വർക്ക് വേണം. തീർച്ചയായിട്ടും അല്ലേ? ഇംഗ്ലീഷിൽ ഒരു കോട്ടുണ്ട്, ഹാർഡ് വർക്ക് വിൽ ബീറ്റ് ടാലന്റ് ഇഫ് ടാലന്റ് ഡസന്റ് വർക്ക് ഹാർഡ്. എന്താ അതിന്റെ അർത്ഥം? ടാലന്റ് മര്യാദക്ക് പണിയെടുത്തില്ലെങ്കിൽ ഹാർഡ് വർക്ക് ടാലന്റിനെ ബീറ്റ് Beat ചെയ്യും. ചെയ്യും. ഒരു സംശയം വേണ്ട കേട്ടോ. അത് എന്റെ ലൈഫിലെ എക്സ്പീരിയൻസ് ആണത്. എനിക്ക് ഭയങ്കര ടാലന്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ
സിഗരറ്റ് ഒക്കെ വലിച്ചോണ്ടിരിക്കുക. സിഗരറ്റ് വലിക്കണേ അല്ല ചാരുകസരയില് കുടിച്ചേട്ടാ ചാരുകസര ഇങ്ങനെ വിശറിയൊക്കെ വീശി നല്ല ടാലന്റ്. പണിയൊന്നും എടുക്കണ്ട. പണിയൊന്നും എടുക്കില്ല. ഞാൻ ആരെങ്കിലും ചോദിക്കാം എന്താ ചെയ്യണേ? ഞാൻ പണിയൊന്നും എടുക്കില്ല, എനിക്ക് നല്ല ടാലന്റ് ടാലന്റ് ഉള്ള, എനിക്ക് ഭയങ്കര ടാലന്റ് ഉള്ള പറഞ്ഞ പ്രശ്ന. അപ്പൊ പാട്ട് ഏതാണ്? അമ്പാടി പൂങ്കുയിലി. പാടു മഞ്ചന പൂങ്കുയിലെ അല്ലേ? ഡീറ്റെയിൽസ് മ്യൂസിക് സലിൽ ചൗധരി സർ, ലിറിക്സ് വയലാർ സർ, പാടിയത് സുശീലാമ്മ. ഇയർ 1975, മൂവി രാഗ. യെസ്, വെരി ഗുഡ്. അപ്പൊ എന്തായാലും കിഡിലൻ കോസ്റ്റ്യൂം, പാട്ടും അതുപോലെ കിഡിലനാവട്ടെ. അതെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അമ്പാടി പൂങ്കുയിലേ പാടുമഞ്ചന പൂങ്കുയിലേ അമ്പാടി പൂങ്കുയിലേ പാടുമഞ്ചന പൂങ്കുയിലേ അമ്പാടി പൂങ്കുയിലേ പാടുമഞ്ചന പൂങ്കുയിലേ കറുത്ത ചന്ദ്രികയിൽ കാളിന്തി തീരത്തിൽ കറുത്ത ചന്ദ്രികയിൽ കാളിന്തി തീരത്തിൽ വരുമോ നീ കണ്ണു കാണാൻ കുറുമൊഴി പൂഞ്ചൂടുമോ നീ അമ്പാടി പൂങ്കുയിലേ പാടുമഞ്ചന പൂങ്കുയിലേ ചന്ദ്രികയിൽ കാളിന്തി തീരത്തിൽ കറുത്ത ചന്ദ്രികയിൽ കാളിന്തി തീരത്തിൽ വരുമോ നീ കണ്ണു കാണാൻ
അനുഷ്ക കുട്ടി, എന്തോ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു ഈ പാട്ട്. താങ്ക് യു. നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നല്ല പാട്ടാണ് സെലക്ട് ചെയ്തത്. പക്ഷെ അത് ഇപ്പോ ഇത്തിരി കേൾക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നും. പക്ഷെ ഇത്തിരി ടഫായിട്ടുള്ള പാട്ടാ. ഈ ചെറിയ ചെറിയ നുണുക്ക് സംഗതികളുണ്ട് അല്ലേ? അങ്ങനത്തെ ചില പിന്നെ വെറൈറ്റി പല സ്ഥലങ്ങളിലും വേറെ വേറെ സംഗതികളായിട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പൊ കുറച്ച് ചാലഞ്ചിങ് ആണ് ഈ പാട്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പാടാൻ പറ്റും. അതിനുള്ള ടാലന്റ് നമ്മുടെ അനുഷ്ക കുട്ടിക്കുണ്ട്. കുറച്ചും കൂടി റേഞ്ച് ഉള്ള സോങ്സ് ആണെങ്കിൽ നന്നായിട്ട് ഷൈൻ ചെയ്യും. പിന്നെ പല സ്ഥലങ്ങളിലും കുറച്ച് ഷാർപ്പാവുന്നു, ചില സ്ഥലങ്ങളിൽ ഫ്ലാറ്റ് ആവുന്നു. കുറച്ച് സ്റ്റഡി അല്ല, ശ്രുതി ഒന്നും സ്റ്റഡി ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചരണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ പാടിയതില് ചരണം സൂപ്പർ ആയിരുന്നു. അതിന് യാതൊരു കറയുണ്ടായിരുന്നില്ല. ചരണം വളരെ നന്നായിട്ട് പാടി. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന പല്ലവിയിലും പിന്നെ ആ സംഗതികൾ വരുന്നതുകൊണ്ട് വീണ്ടും പ്രശ്നമായി. അപ്പൊ അതാണ് എനിക്ക് തോന്നിയത്. ഞാൻ എല്ലാം വിശദമായിട്ട് പാടിപ്പിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. ഇതൊക്കെയാണ് ഇന്നുണ്ടായ പ്രശ്നങ്ങൾ. ഇന്ന് വേണ്ടത്ര രീതിയിൽ ശോഭിക്കാൻ സാധിച്ചില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, എന്നാലും നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. മോളെ അനുഷ്ക മകളെ, എന്തോ ഞാനൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഒന്നുകൂടെ അണ്ടർലൈൻ ചെയ്യാം. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ടാലന്റ് ഓൺ വൺ സൈഡ്, പെർഫോമൻസ് ഓൺ ദി അതർ സൈഡ്. ഇത് രണ്ടും കൂടെ എങ്ങനെ കൂട്ടിമുട്ടിക്കുന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച് എപ്പോഴും. ടാലന്റ് ഉഗ്രനായിരിക്കും, പക്ഷെ പാട്ടിന്റെ സെലക്ഷൻ വരുമ്പോഴത്തേക്ക് മോശമാവാണെങ്കിൽ, മോശം എന്ന് പറഞ്ഞാൽ പാട്ട് മോശം എന്നുള്ളതല്ല, അനുഷ്കിന് അത് എത്രത്തോളം എടുക്കാൻ പറ്റുന്നുള്ളതാണ്. അത് അനുഷ്കിന് ഒരുപാട് ഹെവി ആണെങ്കിൽ ടാലന്റ് വിൽ നോട്ട് മീറ്റ് പെർഫോമൻസ് അല്ലേ? ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചേരണം. അവിടെ ചേരുമ്പോഴാണ് നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇവിടെ കിട്ടുന്നത് അല്ലേ? അപ്പോൾ ടാലന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടാലന്റ് ആണ്. അൺബിലീവബിളി ടാലന്റഡ് ആണ്. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ആ കുഹു കുഹു പാടുമ്പോഴത്തേക്കും നമുക്കത് അറിയാൻ പറ്റും. അത് ഗംഭീരമായിരുന്നു കേട്ടോ. അത് രണ്ടാമത്തെ ലല നൃത്തതാളം പാടിയതിലും അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ള പല്ലവിയിലുള്ള സംഗതികളൊക്കെ ഒരുപാട് സ്ലിപ്പായി. ഇതില് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, കറുത്ത ചന്ദ്രികയിൽ കാളന്തി തീരത്തിൽ വരുമോ നീ കണ്ണു കാണാൻ എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. അതെന്താ വെച്ചാ ഇതിന്റെ നായിക കണ്ണു കാണാത്ത ഒരാളാണ്. അപ്പൊ അതാണ് കറുത്ത ചന്ദ്രികയിൽ കാളന്തി തീരത്തിൽ വരുമോ നീ കണ്ണു കാണാൻ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടും കോമ്പോസിഷനും ഒക്കെയാണ്. മധു, ഞാൻ എപ്പോഴും വിചാരിക്കും ചില പാട്ടുകൾ സലിതയാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇപ്പം സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ, സാമസംഗീതമേ, സാഗരങ്ങളെ, ഇതാണെന്ന് വെച്ചോ. ഇതിപ്പോ സലിത ചെയ്തെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു രീതി കണ്ടുപിടിക്കാൻ പറ്റും. ഈ ശ്രുതി തരുമോ? സാഗരങ്ങളെ പാടി പാടി തരാര തിരേരെ തരാരേര, അങ്ങനെ വരണേ. അപ്പൊ ഓരോ കമ്പോസേഴ്സിന്റെയും അവരുടെ പ്രോഗ്രഷൻ, അവരുടെ ജമ്പ് ശൈലികൾ, നോട്ട്സ് തമ്മിലുള്ള ജമ്പ് ഒക്കെ വളരെ വ്യത്യാസമായിരിക്കും. താരേ താര തെരീരി തരാര തരാര എന്ന് വരുന്ന രീതി ഉണ്ടല്ലോ, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത് നമ്മുടെ ജേർണിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ സലിതയുടെ പാട്ടുകൾ നമ്മൾ പാടുമ്പോഴത്തേക്കും അത്തരം ജമ്പുകൾക്ക് നമ്മൾ റെഡി ആയിരിക്കണം. അതുപോലെ നേരത്തെ പറഞ്ഞില്ലേ, കുനുകുന കുനുകുന കുനുകുനെ ഉള്ള സംഗതികൾ, അത് നമുക്ക് കിറുകിറുകിറുകിറുകിറെ വരണം. കൃത്യമായിട്ട് അങ്ങനെ വന്നാലാണ് അത് അവിടെ ഏക്കുന്നത് കേട്ടോ. അപ്പൊ അത്തരം കാര്യങ്ങൾ ഓർക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. യെസ് അനുഷ്ക്, എന്തോ എനിക്ക് കൊതി വരുന്ന വോയിസ് അനുഷ്ക കുട്ടിയുടെ. ലിറ്ററലി കൊതി വരും എനിക്ക്. കാരണം എനിക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു റേഞ്ചാണ് അനുഷ്ക കുട്ടിയുടെ ശബ്ദത്തിന് എത്താൻ പറ്റുന്നത്. അനുഷ്ക കുട്ടിയുടെ ബേസ് എന്ന് പറയുന്നത് എൻ്റെ മിഡ് ടോപ്പ് റേഞ്ചിൽ വരുന്നതാണ് അനുഷ്ക കുട്ടിയുടെ ബേസ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, കുഹു 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 എന്നൊക്കെ പാടുമ്പോൾ ഞാൻ ഇങ്ങനെ എങ്ങനെ ഇത് പാടുന്ന ആ ഒരു ശബ്ദം, അതിന്റെ ആ സ്വീറ്റ്നെസ്, അതിന്റെ ആ ഭംഗി, അത് മുഴുവൻ അവിടെ കേൾക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ MJ സാർ പറഞ്ഞ പോലെ, ചേട്ടൻ പറഞ്ഞ പോലെ സോങ്സ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല റേഞ്ചിലുള്ള സോങ്സ് സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ സ്കെയില് അപ്പ് ചെയ്തിട്ട് പാടാം. ഓക്കെ. പിന്നെ എനിക്ക് തോന്നിയത് പഠിക്കാനുള്ള അറ്റംപ്റ്റുകൾ ഉണ്ടായിരുന്നു ഒരുപാട്. അപ്പൊ അതൊക്കെ കീപ്പ് ഓൺ ഡൂയിങ് ഇറ്റ്.
കീപ് ഓൺ സിംഗിങ്, കീപ് ഓൺ ലേണിംഗ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. അപ്പൊ അനുഷ്കിന് ഇന്ന് 96.75 താങ്ക് യു സർ. അപ്പൊ അനുഷ്ക കുട്ട, എന്താ? നമ്മൾ അടുത്ത സ്റ്റെപ്പിലാ നിക്കുന്ന. ഇപ്പൊ MJ ഞങ്ങൾ പറഞ്ഞ പോലെ കുറെ സ്റ്റാർസ് ഒക്കെ വാങ്ങണം അല്ലേ? ഇവിടെ കുറെ സ്റ്റാർസ് ഒക്കെ വന്നിട്ടുണ്ട്, അതൊന്നും വാങ്ങിയിട്ടില്ലല്ലോ നമ്മള്. ഇല്ല. അപ്പൊ അടുത്ത അത് ട്രൈ ചെയ്യണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. Bye. ബൈ. ടാറ്റാ. Good night. ഗുഡ് നൈറ്റ്. ചന്ദ്രികയിൽ കാളിന്റെ തീരത്തിൽ